മലപ്പുറം ജില്ലയിലെ മതസാഹോദര്യത്തിൻ്റെ ആദ്യ അധ്യായമാണ് മമ്പുറം മഖാം. തിരൂരങ്ങാടിക്കടുത്ത് കടലുണ്ടിപ്പുഴയുടെ തീരത്ത് മമ്പുറം മഖാമിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ജാതിമത വ്യത്യാസമില്ലാതെ വളരെ പവിത്രമായി കരുതുന്നതും സന്ദർശിക്കുന്നതുമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലബാറിലെ പ്രധാന മഖാമാണിത്. മലബാറിൻ്റെ മതസാഹോദര്യം കൂട്ടിയോജിപ്പിക്കുന്നതിൽ വളരെ പ്രധാന പങ്കാണ് മമ്പുറം മഖാമിനുള്ളത്. മലബാറിൻ്റെ രാഷ്ട്രീയ, മത, സാമൂഹിക സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഈ മഖാം വളരെ വലിയ സ്വാധീനമാണ് വരുത്തിയിട്ടുള്ളത്. മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, സാമൂഹികവും രാഷ്ട്രീയവും അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും രൂപീകരണത്തിനുള്ള ഒരു കേന്ദ്രമായിരുന്നു ഇവിടം. 1770കളിൽ ഇസ്ലാം മത പ്രബോധനത്തിനായി യമനിൽ നിന്നും കേരളത്തിലെത്തിയതാണ് മമ്പുറം തങ്ങളുടെ കുടുംബ പാരമ്പര്യം. മമ്പുറം സയ്യിദലവി തങ്ങൾ എന്നറിയപ്പെടുന്ന അദ്ദേഹം യമനിൽ ജനിച്ച് പിന്നീട് കേരളത്തിലെ മലബാറിൽ എത്തിച്ചേരുകയും ഇവിടുത്തെ മത, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. കേരളത്തിലും മലബാറിലും നിലനിന്നിരുന്ന ബ്രിട്ടീഷ് അടിച്ചമർത്തൽ ഭരണത്തിനെതിരെ ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലൂടെ അധിനിവേശ വിരുദ്ധ നേതാവായും കേരളീയ സമൂഹത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചതിലൂടെ മത, സാമൂഹിക നവീകരണ പരിഷ്കർത്താവായും അദ്ദേഹം അറിയപ്പെട്ടു. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മലബാറിലെ തന്നെ ജനകീയനായ സാമൂഹിക ആത്മീയ നേതാവായി വളർന്നു വരാൻ അദ്ദേഹത്തിന് സാധിച്ചു. സമൂഹത്തിലെ നാനാതുറയിലുള്ള ആളുകളെയും വിശ്വാസത്തിലെടുക്കാനും അവരെ നയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം താമസിച്ചിരുന്ന മാളിയേക്കൽ വീടാണിത്. മമ്പുറം മഖാമിൽ നിന്ന് 200 മീറ്റർ കിഴക്ക് മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പഴയകാല നിർമ്മിതികളിൽ കാര്യമായ മാറ്റമില്ലാതെ ഇന്നും ഈ വീട് സംരക്ഷിച്ച് നിലനിർത്തുന്നുണ്ട്. മലബാറിൽ നിലനിന്നിരുന്ന ചൂഷണാത്മകമായ അടിമത്വ അടിച്ചമർത്തൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഹിന്ദു മുസ്ലിം സാമൂഹിക ഐക്യം രൂപപ്പെടുത്തി ജാതിമത വ്യത്യാസമില്ലാതെ സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിനും ബ്രിട്ടീഷുകാർക്കെതിരെ ഏകോപിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടും കമ്പനിയുടെ അനുവർത്തികളായ ഭൂവുടമകളോടും ശക്തമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അധികാരത്തിൻ്റെ കിന്തരങ്ങളിൽ നിന്നും മാറി സാധാരണക്കാരുടെയും ദലിതരുടെയും കർഷകരുടെയും കൂടെയായിരുന്നു എന്നും അദ്ദേഹം. ഇന്നും ഇവിടെ സന്ദർശിക്കുന്ന നാനാജാതി മതവിശ്വാസികളിൽ നിന്നും നമുക്ക് ഇക്കാര്യം മനസ്സിലാക്കാവുന്നതാണ്. പതിറ്റാണ്ടുകളോളം മലബാറിൻ്റെ മണ്ണിനെയും സാമൂഹിക, മത, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലക്കും നേതൃത്വം നൽകിയ അദ്ദേഹം 1845 അഥവാ ഹിജ്റ വർഷം 1260 മുഹറം 7 തൻ്റെ 94-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. നൂറ്റാണ്ടുകളായി മലബാറിൻ്റെ മത, സാംസ്കാരിക, സാഹോദര്യ മേഖലകളിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുകയാണ് കടലുണ്ടിപ്പുഴയുടെ തീരത്തെ ഈ മമ്പുറം മഖാം.